ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിന് പൊതുജീവൻ ലഭിച്ചത് കുടുംബം നടത്തിയ ഇടപെടലാണ്. അർജുന്റെ മടങ്ങിവരവിനായി കാത്തിരുന്ന കുടുംബത്തിനും നാട്ടുകാർക്കും തീരാവേദനയാണ് അപകടം നടന്ന 72ാം ദിവസം ഷിരൂരിൽ നിന്ന് വന്ന ആ വാർത്ത. കണ്ണാടിക്കൽ ഗ്രാമത്തിനപ്പുറം മനുഷ്യ മനസ്സുകളിൽ കണ്ണീർ വീഴ്ത്തിയ 72 നാൾ. കാത്തിരിപ്പിനൊടുവിൽ ഷിരൂരിൽ നിന്ന് കണ്ടെടുത്തത് ചേതനയറ്റ മൃതദേഹം. നാലു മക്കളിൽ രണ്ടാമനായ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കൽ നിറം മങ്ങി. എന്നാൽ കുടുംബം ശക്തമായി ഇടപെട്ടു. അതോടെ രക്ഷാപ്രവർത്തനം വീണ്ടും സജീവം. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും മോനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും. സൈന്യത്തിൽ പ്രതീക്ഷയർപ്പിച്ച നിമിഷങ്ങൾ. അതിനിടെ കുടുംബത്തിന്റെ വാർത്താസമ്മേളനം എഡിറ്റ് ചെയ്ത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ചിലരുടെ കണ്ണില്ലാത്ത ക്രൂരത. പ്രതിസന്ധികൾ ഓരോന്നായി വന്നപ്പോഴും പ്രതീക്ഷ മുറുകെ പിടിച്ചു അർജുന്റെ ഭാര്യയും അമ്മയും സഹോദരിയുമെല്ലാം. അവനെ തിരിച്ചു കിട്ടുന്ന, അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റു രണ്ടുപേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈ ഒരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം. ആ നല്ല വാർത്ത എത്തുന്നതും കാത്തിരുന്ന നാടിന് ഇന്നലെ പക്ഷേ നീറുന്ന നോവായി. അർജുനെ കണ്ടെത്തിയെന്ന നേരിയ ആശ്വാസം മാത്രം. കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതിയത് തന്നെയായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. എത്രയും വേഗം DNA പരിശോധന പൂർത്തിയാക്കി അർജുന്റെ മൃതദേഹം വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. 24 കോഴിക്കോട്.